ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ CAA ഉയർത്തുന്നതടക്കമുള്ള തീവ്ര ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നത്. ഇടതുപക്ഷത്തിന് വിധി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകൾ വിധിന്യായത്തിൽ എണ്ണിപ്പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനവും പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. വിധി വന്ന ശേഷം 2 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തെങ്കിലും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. റിയാസ് മൗലവി കേസിൽ പ്രോസിക്യൂഷൻ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് സംഘപരിവാർ അനുഭാവമുള്ള പ്രതികളെ കാസർഗോഡ് ജില്ലാ സെഷൻസ് ജഡ്ജി KK ബാലകൃഷ്ണൻ വെറുതെ വിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയാണ് പ്രതികളെ വെറുതെ വിടാൻ കാരണമായി കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയത്. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പ്രതികളെ പിടികൂടിയിരുന്നു. 85 ദിവസം കൊണ്ട് തന്നെ 1000 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും പ്രതികളെ വെറുതെ വിടാൻ ഇടയാക്കിയത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയും പ്രോസിക്യൂഷന്റെ പരാജയവുമായാണ് വിലയിരുത്തുന്നത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സാക്ഷികൾ ഒരാൾ പോലും കൂറുമാറിയിരുന്നില്ല. എന്നിട്ടും പ്രതികളെ ശക്തമായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയായിരുന്നു. പ്രദേശത്തെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താനും കലാപം സൃഷ്ടിക്കാനുമാണ് കൊല നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. പക്ഷേ ഇതിനായി ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും പറയുന്നു. പ്രോസിക്യൂഷനും പോലീസും ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന നിലപാടെടുത്തത് കേസിനെ ദുർബലപ്പെടുത്തുകയായിരുന്നു. 3 ദിവസം പ്രതികൾക്ക് താവളമൊരുക്കിയവർക്ക് മേൽ പോലും കേസെടുത്തില്ല. റിയാസ് മൗലവിയുമായി പ്രതികൾക്ക് മുൻവൈരാഗ്യമില്ലെന്നും ഏതെങ്കിലും മുസ്ലിം സമുദായ അംഗത്തെ കൊല്ലുക എന്ന ഉദ്ദേശം മാത്രമേ ഇവർക്കുണ്ടായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. ഇവർ മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിലായിരുന്നുവെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എഴുതി പിടിപ്പിച്ചത്. IPC 302 കൊലപാതകം, 153A മതസൗഹാർദ്ദം തകർക്കുക, 295 കുറ്റകൃത്യം നടത്തുക എന്ന ഉദ്ദേശത്തോടെ മതസ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറുക, അക്രമത്തിന് വേണ്ടി സംഘടിക്കുക, 201 കുറ്റം മറച്ചു വെക്കാൻ, തെറ്റിദ്ധരിപ്പിക്കുക എന്നീ വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെതിരെ കേസെടുത്തത്. ഭീകരപ്രവർത്തനം തടയൽ വകുപ്പ് 15 ചേർത്തതേ ഇല്ല. പോലീസ് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടും കേസിൽ പ്രതികൾക്ക് രക്ഷയായി. പ്രതികളിൽപ്പെട്ട 2 പേർ ചൂരി എന്ന സ്ഥലത്തുള്ള ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ 2017 മാർച്ച് 18 ഇവരെ ആക്രമിച്ചെന്നും ഇതേ ദിവസം നടന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കളി കാണാൻ പോയപ്പോൾ അവിടെ വെച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അവരെ ആക്രമിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 2 സംഭവങ്ങളും കെട്ടിച്ചമച്ചതും ഇല്ലാത്തതുമാണ്. മുസ്ലിം സമുദായത്തിന്മേൽപ്പെട്ടവരാണ് പ്രകോപിച്ചതെന്ന ധ്വനി പോലീസ് അറിഞ്ഞോ അറിയാതെയോ റിപ്പോർട്ടിൽ ചേർത്തിരുന്നു. 18 ചൂരി പ്രദേശത്ത് ടൂർണമെന്റ് ഉണ്ടായിരുന്നില്ല. ചൂരിക്കടുത്തുള്ള മേഗൂർ പ്രദേശത്താണ് ജനമൈത്രി പോലീസിന്റെ സഹായത്തോടെ സുൽത്താൻ ക്ലബ്ബ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത്. ജില്ലയിൽ മുതിർന്ന പോലീസ് ഓഫീസർമാർ ഗ്രൗണ്ടിൽ തന്നെ അന്നുണ്ടായിരുന്നു. പുലർച്ചെ 2 മണിക്ക് ശേഷം ബൈക്കിൽ വന്ന് ഹെൽമറ്റ് ധരിച്ച 2 പേർ അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന സീനിയർ CPOക്കെതിരെ ബിയർ കുപ്പി എറിയുകയും വാൾ വീശുകയുമാണ് ഉണ്ടായത്. ഈ സംഭവത്തെയാണ് പ്രതികളെ മുസ്ലിങ്ങൾ ആക്രമിച്ചു എന്ന രീതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തത്. പ്രതികളുടെ RSS BJP ബന്ധത്തെപ്പറ്റി ഒരു പരാമർശം പോലും രേഖകളിൽ ഒരിടത്തും വരാതിരിക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ എണ്ണി പറയുന്ന വിധിന്യായവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭാഗത്തു നിന്ന് വിശദീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുവാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ വരും ദിവസങ്ങളിൽ എടുത്തേക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിയാണെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. UAPയെ എതിർക്കുന്നവർ തന്നെ UAPയെ പ്രതികൾക്ക് മേൽ ചുമത്തണം എന്ന് ആവശ്യപ്പെടുന്നതിനെക്കുറിച്ചും മുഖ്യമന്ത്രി വാചാലനായി. ഏതായിരുന്നാലും റിയാസ് മൗലവി വധം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയാണ് UDF.